പീഡനം എവിടെ നോക്കിക്കഴിഞ്ഞാൽ യൂട്യൂബേഴ്സിൻ്റെ പീഡനം. യൂട്യൂബേഴ്സ് അവിടെ കൊണ്ടുപോയി പീഡിപ്പിച്ചു, അതിൻ്റെ അപ്പുറത്ത് കൊണ്ടുപോയി പീഡിപ്പിച്ചു. യൂട്യൂബേഴ്സ് കുഴിമാടത്തിലേക്ക് ഇറങ്ങി പീഡിപ്പിച്ചു, ആ യൂട്യൂബേഴ്സ് പൊട്ടക്കിണറ്റിലിറക്കി പീഡിപ്പിച്ചെന്ന്. എവിടെ നോക്കിയാലും ഇപ്പോൾ ഇത് തന്നെയെന്ന്. യൂട്യൂബേഴ്സിൻ്റെ പീഡന പരമ്പര കഥകൾ. അവസാനമായിട്ട് ഒരു യൂട്യൂബറല്ല, അവനെ ഇൻഫ്ലുവൻസർ, ഇൻസ്റ്റാഗ്രാം മൂളിയാണ്, മൈക്കിൾ എലിയാസ് ജാക്സൺ എലിയാസ്, മൈക്കിൾ ജാക്സൺ ജുനൈദ്. നമ്മൾ ആ ഡാൻസ് കളിപ്പിച്ച് വെറുപ്പിക്കുന്ന ഒരു രാജമുണ്ടല്ലോ, നീലവാണച്ചോലയിൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വാനത്തിലോട്ടൊക്കെ കാണിച്ച് നീന്തി വന്ന് കാണിക്കുമ്പോൾ ഇതേപോലെ ആംഗ്യമൊക്കെ കാണിച്ച് നമ്മളെ വെറുപ്പിക്കുന്ന ഒരാശയല്ലേ. അത് തന്നെ ഈ മുകളിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആശയം. എന്തിനൊക്കെയാണ് അവൻ കാണിക്കുന്നത്. നീല വാണമെന്ന് അങ്ങനെ വരുന്നെങ്കിൽ അതുകൂടെ അവൻ നമ്മൾ കാണിച്ചു തന്നേനെ, എന്തെങ്കിലുമൊക്കെ ആവട്ടെ. അവസാനമായിട്ട് പൊക്കിയത് ദിവനായിരുന്നു. അതിനുശേഷം ഇനി ആരാണ് അടുത്ത പീഡന പരമ്പര യൂട്യൂബർ രാജരാജേശ്വരൻ ആവാൻ പോകുന്നത്? ഇവരുടെ എല്ലാവരും കൂട്ടത്തിൽ അടുത്ത അംഗം ആകാൻ പോകുന്ന വ്യക്തി ആരാണ്? വ്യക്തിയായി അടുത്തവനെ പൊക്കിയിട്ടുണ്ട്. മിസ്റ്റർ തൃക്കണ്ണൻ എന്ന് പറയുന്ന യൂട്യൂബർ, ഇൻസ്റ്റാഗ്രാം വഴി ഫേസ്ബുക്ക് കളിയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും ആശാനെ പൊക്കിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നമുക്ക് ജസ്റ്റ് ഒന്ന് ആശാൻ്റെ ഇത് കണ്ടുപോകാം. സ്പോട്ട് ലൈവിന് പോകുന്നത് ആലപ്പുഴയിലേക്കാണ്. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്ന യുവതിയുടെ പരാതിയിൽ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ പിടിയിൽ. തൃക്കണ്ണൻ എന്ന ഹാഫിസാണ് പിടിയിലായത്. ആലപ്പുഴ ഇരുവുകാട് സ്വദേശിയായ ഹാഫിസിനെ സൗത്ത് പോലീസാണ് അറസ്റ്റ് ചെയ്തത്. ഇയാൾ മുഹമ്മദ് ഹാഫിസ് എന്നാണ് ഇയാളുടെ പേര്. ഇയാൾക്ക് ഇൻസ്റ്റാഗ്രാം ഐ ഡി ഉണ്ട്. 3,51,000 ഫോളോവേഴ്സുള്ള ഇൻസ്റ്റാഗ്രാം ഐ ഡി ആണ്. തൃക്കണ്ണെന്നാണ് പേര്. ഇയാൾ ഇതുപോലെ നിരവധി പെൺകുട്ടികളെ ഇതേപോലെ റീൽസ് എടുക്കാമെന്ന് പറഞ്ഞ് ഇയാളെ വരുതിയിലാക്കിയതിന് ശേഷം ഇയാൾ ഇതേപോലെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട ശേഷം കുട്ടികളെ പറ്റിക്കുകയാണ് ചെയ്യുന്നത്. ഇയാളുടെ പ്രതി എന്താ പറയുന്നത്? പ്രതി പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടിയെ വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. പിന്നീട് എന്തൊക്കെയോ ഈ ബന്ധങ്ങൾക്ക് ശേഷം കുറച്ച് വഴക്കുകളും കാര്യങ്ങളും ഉണ്ടായി. അതിനുശേഷം ഈ കുട്ടിയായിട്ട് പിരിഞ്ഞതാണ് പറയുന്നത്. അപ്പം അങ്ങനെയാണ് കാര്യത്തിൻ്റെ ഒരു ഇരിപ്പ് വശം. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആശാൻ ഈ ഒരു കുട്ടിയെ മാത്രമല്ല, ഒരുപാട് കുട്ടികളെ ഇത് കണക്ക് റീൽസ് എടുക്കാമെന്ന് പറഞ്ഞിട്ട് വശീകരിച്ച് ലൈംഗികമായിട്ട് പീഡിപ്പിച്ചു കൊണ്ടിരുന്നു എന്നാണ് നമ്മുടെ പോലീസ് മാമൻ പറയുന്നത്. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ രണ്ടുപേരും പ്രണയത്തിലായിരുന്ന സമയത്ത് ഇവർ മനസ്സിലായല്ലേ. അപ്പോൾ അതിനുശേഷം ഇവർ തമ്മിൽ ഉടക്കായപ്പോഴത്തേക്കും പെണ്ണിനെ അങ്ങോട്ട് ഗുണം മാറിയിട്ട് പോയി കേസ് അങ്ങ് കൊടുത്തു. സംഭവം അത് തന്നെ, വേറെ ഒന്നുമല്ല. രണ്ടുപേരും ഒടക്കായപ്പോഴത്തേക്ക് പെണ്ണിനങ്ങാട്ട് കുത്തിക്കഴപ്പിളവിട്ട് കൊണ്ട് കേസ് കൊടുത്തു. അതാണ്, വേറെ ഇതിൽ ഒരു കാര്യവും ഇല്ല. അല്ല, എനിക്കറിയാൻ വയ്യാത്തതുകൊണ്ട് ചോദിക്കുന്നതാണ്. ഓരോരുത്തന്മാരെ സ്വഭാവങ്ങളൊക്കെ നമ്മൾ ഒരുപാട് ന്യൂസിൽ കാണുന്നുണ്ട്. ഇതെല്ലാം കണ്ടിട്ട് വീണ്ടും എന്താ തന്നെയാണ് ഇത് കണക്ക് പോണത്. ഓരോരുത്തന്മാർ വിളിക്കുമ്പോഴത്തേക്കും എനിക്കൊക്കെ വീട്ടിൽ കിടന്നുകൂടെ? അല്ലെങ്കിൽ ഇപ്പോൾ അവനെ ഇഷ്ടമാണ്, അല്ലെങ്കിൽ ഇവൻ ഇഷ്ടമാണ്, നീ വീട്ടിൽ പറഞ്ഞുകൂടി. അവൻ്റെ അടുത്ത് പറയണ്ട, നീ വീട്ടിൽ പറ. അല്ല, നീ ഇതെനക്ക് വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ വരെയൊന്നുമില്ല, ഉറപ്പായിട്ടും വരില്ല, കല്യാണം കഴിഞ്ഞിട്ടൊക്കെ മതി ഈ പരിപാടികളൊക്കെ എന്ന് പറയണം. ഇവൻ അങ്ങോട്ട് വിളിക്കുമ്പോഴത്തേക്കും ഇങ്ങോട്ട് കയറങ്ങി അങ്ങ് ചെല്ലും. എന്തല്ലേ? എന്നിട്ട് ഒരു സമയമാകുമ്പോഴത്തേക്കും രണ്ടെണ്ണം കൂടെ അടിയാവും, കൊണ്ട് കേസ് കൊടുക്കുക, അവൻ പീഡിപ്പിച്ചത്. ഇത്രയും കാലമായിട്ട് അവൾ അറിഞ്ഞില്ല എന്നെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു സുപ്രഭാതത്തിൽ അങ്ങ് അടിയാവും രണ്ടുപേരും. അപ്പോൾ പെട്ടെന്ന് അങ്ങ് ഞെട്ടി എണീക്കും. സ്വപ്നത്തിൽ കണ്ടു എന്നെ പീഡിപ്പിച്ചേ, എന്തല്ലേ? ഇത്രയും കാലമായിട്ട് അറിഞ്ഞുകൂടായിരുന്ന പീഡിപ്പിക്കണം. ഇനിയെങ്കിലും എൻ്റെ പൊന്ന് പെങ്കൊച്ചുങ്ങളെ, എനിക്ക് പണയാനുള്ള ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ. ഇതേപോലത്തെ ഇഷ്ടം പോലെ പയ്യന്മാർ കാണും. പക്ഷേ നിങ്ങളെ സംരക്ഷിക്കണം. ഇല്ലയെന്നുണ്ടെങ്കിൽ ചെയ്യേണ്ടതിനാണ്, നിങ്ങൾക്ക് അങ്ങോട്ടും ചേണ്ടും ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ വീട്ടിൽ പറയണം. അവർ സമ്മതിച്ചില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾ പ്രായപൂർത്തിയായിട്ടുണ്ടെങ്കിൽ അവൻ്റെ അടുത്തുണ്ട് നമ്മൾ പോയാലാ ഒളിച്ചോടി പോകണം, കല്യാണം കഴിക്കണം. അല്ലാതെ അതിന് മുമ്പ് പോയി ഇവന്മാർ വിളിക്കുമ്പോഴത്തേക്കും ചെന്ന് കയറി കൊടുത്തിട്ട് പിന്നെ പീഡനം, 2 വർഷം അവൻ്റെ കൂടെ കയറി അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഓടിയതിന് ശേഷം പിന്നെ അതിന് ശേഷം നോക്കുമ്പോഴത്തേക്കും രണ്ടെണ്ണം ഉടക്കായിട്ട് കൊണ്ട് കേസ് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഒരു ഭാര്യയും ഭർത്താവും അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പൊരുത്തപ്പെടാത്തതുകൊണ്ട് അവർ മുമ്പോട്ട് പോവില്ല, ജീവിതം പോവില്ല, ഡിവോഴ്സ് ആവുന്നില്ലേ. അത്രയുള്ള കാര്യങ്ങളൊക്കെ. നിങ്ങൾക്ക് താല്പര്യമില്ല, അവനും താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ കളഞ്ഞിട്ട് പോകണം. ഇതേടി ഇവിടെ പെണ്ണുങ്ങളില്ലേ, ഇവിടെ പയ്യന്മാർ വേറെ ഇല്ലേ? അത്രയേ ഉള്ളു കാര്യം. അല്ലാതെ ഒന്ന് പറഞ്ഞ് 2ാമത് ഞാൻ കൊണ്ടുപോയി വീഡിയോ കേസും മറ്റേ കേസും മറിച്ച കേസും
അതിൻ്റെ ഇടയിൽ മറ്റേ ആശാൻ പറയണം യവനെ സ്ഥിരം പരിപാടി ഇത് തന്നെയെന്ന്. ഒരു പൊണ്ണൊക്കെയുണ്ട് കേസ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവൻ പീഡന രാജരാജേശ്വരൻ തന്നെയെന്ന്. ഈ തൃക്കണ്ണനായാലും ഇനി മറ്റേ ഡാൻസ് കളിക്കുന്ന മറ്റവനായാലും വെട്ടിയാരായാലും കുട്ടിയാരായാലും ഏത് ചെട്ടിയാരായാലും എനിക്കിത് മാത്രമേ പറയുള്ളൂ. എല്ലാ ടീമുകളും കണക്കായിരിക്കും. നിങ്ങളെ നോക്കിയില്ലെന്നുണ്ടെങ്കിൽ അവസാനം കിടന്ന് കണയുന്ന നിങ്ങളായിരിക്കും. കണ്ടില്ല എല്ലാ എണ്ണം പുറത്തിറങ്ങി നടക്കുകയാണ്. അവന്മാർക്ക് എന്തൊരു ഗുരു നിങ്ങൾക്കേ ഉള്ളൂ, നിങ്ങളെ വീട്ടുകാരും. അപ്പോൾ സുഹൃത്തുക്കളെ എനിക്കൊന്ന് മാത്രമേ പറയാനുള്ളൂ. പറഞ്ഞതാണ് ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞത്. അപ്പോൾ അത്രേ ഉള്ളൂ കാര്യം. സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട. അപ്പോൾ ശരി, എന്നാൽ പോകുന്നു. ശരി.